From that climax, your character always has this silent mode of like tranquility and all. So, கொஞ்சம் ரேஜா இருக்கிற கேரக்டர்ஸ் தான் நீங்க பண்ணிருந்தீங்க. ஸோ அது எவ்வளோ டஃப்பாக இருந்தது? கொஞ்சம் சைலண்டாக வெல் பிஹேவ்டாக இருந்தது? ரொம்ப நிம்மதியாக இருந்தது சார். கொஞ்சம் பீஸ்ஃபுல்லாக சந்தோஷமாக ஹாப்பியாக ஒரு 2-3 ரொமான்டிக் சீன்ஸ் எல்லாம் வச்சுருந்தாங்க. ஸோ அதுலேயே ரொம்ப சந்தோஷம். ஐ வாஸ் வெரி ஹாப்பி டு சி காளி பீங் தி ஆங்கிரி கை. உங்கள் தமிழ் பெட்டராக இருக்கு இப்போ. So, have you cracked this act of doing romantic scenes? I think you should ask Ahmed Kabir that. He's had that confidence, your June and Madhuram director. I'm hoping he will crack that side. That's why I've decided to do a Malayalam movie with him. But once you see it, hopefully you let me know if I've cracked it or not. As of now, I can't tell you if I have. ഈ സിനിമയിൽ തന്നെ ഇപ്പൊ ശരിക്കും പറഞ്ഞ കോളേജ് ലൈഫിൽ എങ്ങനെയാണോ നോർമൽ ഹൈദരാബാദ് അവിടെയുള്ള കോളേജ് ലൈഫ് എങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ ഇത് അവിടെ നടക്കുന്നത് തന്നെയാണ് ഇത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. ശരിക്കും അങ്ങനെ ശരിക്കും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയോ? ഇല്ല, ശരിക്കും ഞാൻ പഠിച്ചതൊക്കെ ചെന്നൈയിൽ ലോയലാണ് പഠിച്ചത്. എൻ്റെ ഒരു കോളേജ് ലൈഫായിട്ട് ഈ സിനിമയായിട്ട് ലൈക്ക് ഒരു ബന്ധമില്ല. കാരണം ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത കോളേജ് ലൈഫ് അല്ല ഇതിൽ ഡയറക്ടർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന വേൾഡ് ഇസ് ടോട്ടലി ഡിഫറെൻറ്റ്. സോ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു വേൾഡിൽ യുവമായിട്ട് പെർഫോം ചെയ്യുമ്പോൾ എനിക്ക് ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതുവരെ ഞാൻ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. ആൻഡ് ഇതിൽ അർജുൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറിലാണെങ്കിലും അതിനൊരു മീറ്റർ ഉണ്ട്. എനിക്ക് അങ്ങനെ ഒരു ലിമിറ്റേ ഇല്ല ഇതിൽ ഡയറക്ടർ എനിക്ക് ഫുൾ ഫ്രീഡം ആണ് തന്നിരിക്കുന്നത്. സോ ഐ ഫൗണ്ട് ഇറ്റ് വെരി ഇൻട്രസ്റ്റിംഗ് ടു പ്ലേ ദിസ് ക്യാരക്ടർ. ആൻഡ് ഓൾസോ ഇങ്ങനെയൊക്കെ കോളേജസ് ഉണ്ട് എന്ന് കേട്ടപ്പോഴും ഇവിടെയൊക്കെ പഠിക്കായിരുന്നു എന്ന് തോന്നിപ്പോയി. ശരിക്കും ഒന്ന് പറഞ്ഞാൽ രണ്ടിന് അടിക്കുന്ന സ്വഭാവമുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. ക്യാരക്ടറാണ് അങ്ങനത്തെ കഥാപാത്രം ചെയ്യാണ് ഒരു സീൻ പോയി ഇല്ല, എല്ലാം ട്രൈ ചെയ്യണമല്ലോ. ഒരേ സെയിം സാധനം ചെയ്യുമ്പോൾ ലൈക്ക് നമുക്ക് തന്നെ ഒരു മൊണോട്ടണസ് ഒരു ഫീൽ വരും. അപ്പോൾ പിന്നെ അത് കാണുമ്പോൾ എന്തായാലും ഓഡിയൻസിനും സെയിം ഫീൽ വരാൻ ചാൻസ് ഉണ്ട്. ആൻഡ് ഓൾസോ ആസ് ആൻ ആക്ടർ എല്ലാ ജോണേഴ്സും ട്രൈ ചെയ്യണമെന്ന് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യം. അങ്ങനെ ചെയ്യും. കാളിദാസ് LCUല് കാളിദാസ് മരിക്കുകയും ചെയ്തു, അർജുൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ രണ്ടുപേരും എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു പടത്തിൽ ഒരുമിക്കുന്നത് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എപ്പോഴെങ്കിലും അങ്ങനെ ഒരു കോൺവെർസേഷൻ? ആക്ച്വലി വെരി ഇൻട്രസ്റ്റിംഗ് തിങ് ഇസ് ദാറ്റ് അർജുന് ഞാൻ വിക്രമില് ഞാൻ ചെയ്ത ക്യാരക്ടറിന് ഞാൻ അർജുന് കുറച്ച് ക്രെഡിറ്റ് കൊടുക്കും. കാരണം ലോകേഷ് സാറിന് എൻ്റെ പേര് റെഫർ ചെയ്ത അർജുനാണ്. ആ സമയത്ത് എനിക്ക് അർജുനെ പരിചയം പോലും ഇല്ല. സോ അർജുനാണ് എൻ്റെ പേര് ലോകേഷ് സാറിന് റെഫർ ചെയ്യുന്നത്. അങ്ങനെയാണ് എന്നെ വിക്രമിലേക്ക് വിളിക്കുന്നത്. ആ സമയത്തൊന്നും ആലോചിച്ചിട്ട് പോലും ഇല്ല നമ്മൾ ഒരുമിച്ച് ഒരു സിനിമ ചെയ്യും, അങ്ങനെയൊന്നും ആലോചിച്ചിട്ടില്ല. സോ ദിസ് ഹാപ്പൻഡ്. ആഫ്റ്റർ പോർ രണ്ടുപേരും തിക്ക് ഫ്രണ്ട്സ് ആണ് ഇപ്പോൾ, ബെസ്റ്റ് ഫ്രണ്ട്സ്. എന്നാ പിന്നെ ഒരു കാര്യം കൂടെ പൊട്ടിക്കാം. LCയുടെ ഒരു ചെറിയൊരു ഷോർട്ട് ഫിലിം ലോകേഷ് സാർ തന്നെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അൻപുമുണ്ട് പ്രപഞ്ചനുമാണ്. സോ രണ്ടുപേരും ഇതുവരെ പറഞ്ഞില്ല, പറയാമോ അറിയില്ല സാർ. നാ சொல்ல സാർ, ഇവർദാ സാർ சொல்ல. പോറിലെ വിമൻ ക്യാരക്ടേഴ്സ് ഒക്കെ തന്നെ അങ്ങനെ നമ്മൾ സാധാരണ കൊമേഴ്ഷ്യൽ പടത്തിലത്തെ സ്റ്റീരിയോടൈപ്പ് ഹീറോയിൻസേ അല്ല. അവര് ഒരു ഹീറോ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതൊക്കെ തന്നെ ഹീറോയിൻസും ചെയ്യുന്നുണ്ട്. എന്താണെന്ന് കൂടുതൽ പറയാൻ പറ്റില്ല, സ്പോയിലർ ആവുന്ന കാരണം. സോ വെൽ റിട്ടൺ ആയിട്ടുള്ള വിമൻ ക്യാരക്ടേഴ്സ് അത് ശരിക്കും ഇങ്ങനത്തെ കോളേജുകളിൽ അങ്ങനെയുള്ള വിമൻ അവരെ കണ്ടിട്ട് എഴുതിയതാണോ അതോ ഇത് കംപ്ലീറ്റ്ലി ഇമാജിനറി ആണോ? Actually, to be very honest, I have two women writers in my team, Mithila Hegde and Saraswati Menon. So, ഇതിന് മുമ്പത്തെ ഇത് രണ്ട് മൂന്ന് പടത്തിൽ എനിക്ക് കിട്ടിയ ഒരു ഫീഡ്ബാക്ക് ആയിരുന്നു that the women, even because of most of my films, it just so happens that it's a lot of testosterone filled men with rage, handling rage and fighting it out. Some of my earlier movies dealt with that, but the women characters, as much as I tried to give them that emotional heft, still I got that feedback. And the feedback the women needed more space in the movie. So it was a very conscious thing that whatever I do next, I wanted to, even though this movie is about these two guys, but it's also about a college and also about a lot of other characters. And I wanted to make sure that the women in the film do not feel like token characters. They needed to have a clear space of their own. They needed to
have agency. So the two women writers in my team helped me to realize that, and what you asked right now about this characters played by T.J. Bhanu, Sanchana, Amrita Srinivasan, and Nitishri. So these are all definitely people that we have met, we have seen in college, we have kind of encountered as part of our college going years. So modeled on some couple of very interesting people that we have encountered. In fact, one of them, T.J. Bhanu's character, is actually modeled on someone that we really looked up to in college, in our own college. We really looked up to a lot. So I tried to kind of borrow all that and put that into Gayatri's character. Sanjana, when you choose roles in Jagmeetandram and also in Jigardanda, the roles are so small, but it has a kind of impact in the film. In Jagmeetandram, it adds a dance flavor. In Jigardanda, there's a loud track, which makes us connect to Rai's character as well. So, is there any criteria on choosing a specific character? Thank you for the question. Criteria அப்படின்னு வந்து இது கண்டிப்பாக இருந்தால் இது பண்ணுவேன் அப்படின்லாம் கிடையாது. ஒரே ஒரு க்ரைட்டீரியா என்னென்னா, அந்த கேரக்டர் நான் பர்சனலாக கேட்கும்போது இல்லாட்டி ஸ்கிரிப்ட் படிக்கும்போது எனக்கு பிடிச்சிருந்ததுன்னா, அது அந்த கதையில் ஏதாவது ஒரு சம் கைண்ட் ஆஃப் அன் எஃபெக்ட், லைக் இஃப் த கேரக்டர் டேக்ஸ் ஓவர் தட் ஸ்டோரி சம்வேர், தென் ஐ திங்க் ஐ எம் கன்வின்ஸ்ட். அது வந்து ஸ்க்ரீன் டைம் பார்த்து இவ்வளோ தான் இருக்கா, சின்னதாக தான் இருக்கா, ஓகே 10 நிமிஷம் தானா, இல்லை அப்போ கூட இம்பார்ட்டன்ட் கேரக்டர்னா வேண்டாம் அப்படிங்கிற மாதிரிலாம் இல்லை, அப்படின்னு நான் சொன்னதே கிடையாது. ஓகே 10 மினிட்ஸ் தான் இருந்தாலும் ஓகே, அது அந்த கதையில் ஏதோ ஒன்று பண்ணுது, அது வந்து இட் கான்ட் பி டன் பை எனி அதர் கேரக்டர், ஒன்லி திஸ் கேரக்டர் ஹேஸ் டு அஃபெக்ட் தட் ஸ்டோரி தட் வே. அப்படி தான், அண்ட் தட் இஸ் தி ஒன்லி க்ரைட்டீரியா ஐ திங்க் ஐவ் சீன், லைக் ஐவ் சீன் ஸ்கிரிப்ட்ஸ். ஸோ அது மட்டும் தான், வேறு எதுவும் இல்லை. போரில் வந்து போரில் அப்படிலாம் அவர் வந்து எனக்கு அந்த மாதிரி சொல்லவே இல்லை. நீங்கள் வந்து ஃபர்ஸ்ட் ஆஃப் ஆல் அவர் வந்து நான் வேற ஒரு கேரக்டர் ப்ளே பண்ணுறதுக்காக என்னை அப்ரோச் பண்ணார். இந்த மாதிரி நான் இந்த கதையில் ஒரு கேரக்டர் ஒன்று மைண்டில் வச்சுருக்கேன், நீங்கள் அந்த கேரக்டர் ப்ளே பண்ணுங்க அப்படின்னு சொன்னாங்க. பட் நான் கதை கேட்டதுக்கப்புறம் ஐ வாஸ் ரியலி இன்க்ளைன் டுவர்ட்ஸ் த கேரக்டர் தட் ஐ பிளேட் இன் த ஃபில்ம். அண்ட் ஒரு மாதிரி விஜய் நானும் பேக் அண்ட் ஃபோர்த் போயிட்டு வந்த ஒரு டக் ஆஃப் மாதிரி. அவர் சொன்னார் இல்லை திஸ் கேரக்டர், ஐ செட் இல்லை ஐ எம் வெரி இன்க்ளைன் டுவர்ட்ஸ் ரிஷிகா, எனக்கு ரிஷிகாங்கிற கேரக்டர் தான் ப்ளே பண்ணோம். அவர் ஒரு 2 times என்னை கன்வின்ஸ் பண்ண ட்ரை பண்ணார், திருப்பியும் நானும் அவரை கன்வின்ஸ் பண்ண ட்ரை பண்ணேன். அப்புறம் அவர் வந்து ஓகே நீங்கள் இதை பண்ணுங்க அப்படின்னு சொல்லி. பட் ஆஃப்டர் த ஷூட் அண்ட் எவ்ரி திங் ஹீ கேம் டு மீ அண்ட் ஹி வாஸ் லைக், ஹி பர்சனலி செட் இந்த மாதிரி, ஐ எம் ஸோ கிளாட் தட் யூ பிளேட் ரிஷிகா, பிகாஸ் அது வேற யாராவது ப்ளே பண்ணியிருந்தாங்கன்னா அது வந்து அது இப்படி வந்திருக்குமா அப்படின்னு எனக்கு தெரியல, இப்படின்னா இவ்வளோ நல்லா வந்திருக்குமா அப்படின்னு தான் சொன்னார் என்கிட்ட. ஸோ ஐ திங்க் அட் தேட் மொமெண்ட் இட் ஃபெல்ட் லைக் ஸோ ஃபுல்ஃபில்லிங், ஓகே we've done something right அப்படின்னு. அண்ட் அந்த ப்ரிவிலேஜ் கொடுத்த for my director Vijay Nambiar, I must thank him. ജയറാമേട്ടൻ കഴിഞ്ഞ പോസ്റ്റിൽ തന്നെ പ്രശ്നം പറയുകയുണ്ടായി, മലയാളത്തിൽ ചെയ്യുമ്പോൾ നല്ല കഥാപാത്രങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇനി മലയാള സിനിമകളിൽ ചെയ്യാൻ താല്പര്യമുള്ളൂ. കാളിദാസ് എങ്ങനെയാണ്, ഇങ്ങനെ അതേപോലത്തെ ഒരു ഇമ്പാക്ട് തരുന്ന ഒരു കഥാപാത്രം ഉണ്ടെങ്കിൽ മാത്രം മലയാളത്തിൽ ഞങ്ങൾക്ക് ജനറലി അങ്ങനല്ലേ വേണ്ടത്, നല്ല ഇമ്പാക്ട് തരുന്ന സിനിമകൾ ചെയ്തിട്ടുള്ള കാര്യമുള്ളൂ. അതായത് വെറുതെ കുറെ സിനിമകൾ ചെയ്ത് ഐ തിങ്ക് മോർ ദൻ ക്വാണ്ടിറ്റി ക്വാളിറ്റി ഓഫ് മൂവീസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഞാൻ മാത്രമല്ല, എനി ആക്ടർ ഷുഡ് ബി ലൈക്ക് ദാറ്റ് ഇസ് വാട്ട് ഐ ഫീൽ. മലയാളത്തിൽ ചെയ്യുവാണെങ്കിൽ എങ്ങനത്തെ ടൈപ്പ് ഓഫ് കഥാപാത്രം ചെയ്യും, ഒരു ഡാർക്ക് ഷെയ്ഡ് വരാൻ താല്പര്യമാണ്? അങ്ങനെ ഒരു I don't have any ideas, so I'm totally open. നല്ല സിനിമ എവിടെ വന്നാലും ചെയ്യാം. ഞാൻ ഇന്നലെ ചോദിച്ചു മലയാളം ചെയ്യൂലായിരുന്നു. I asked Ali yesterday, why are you not doing Malayalam films? He said something interesting, and so of course I'll do it. കല്യാണം അല്ലല്ല, ഇത് ജനറലി പടത്തിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഈ സിനിമയ്ക്ക് ഞാൻ കഷ്ടപ്പെട്ട് കുറെ വെയിറ്റ് ഒക്കെ കൂട്ടേണ്ടി വന്നു. അതെ അതെ അതെ. ആക്ച്വലി പുള്ളി പറഞ്ഞു ഞാൻ മെരിയണം എന്ന് പറഞ്ഞു. ഞാൻ നേരെ ഇത്ര ക്ലോസപ്പ് ഫോട്ടോ മാത്രം അയച്ചുകൊണ്ടിരുന്നു മറ്റേ ഷൂട്ടിന് മുമ്പ്. പുള്ളി എന്നെ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. പക്ഷെ ഇപ്പൊ കറക്റ്റ് അല്ലേ, പടം കാണുമ്പോൾ ഓക്കെ എല്ലാം ഞാൻ പ്ലാൻ ചെയ്ത്. ബട്ട് ജനറലി ലൈക്ക് ഫോർ ജനറൽ ഫിറ്റ്നസ് ജനറലി സർപ്രൈസ് പൊളിക്കാനോ ഒന്നുമില്ല. ജനറലി
ഇപ്പൊ നെക്സ്റ്റ് ധനുഷ് സാറിന്റെ ഒരു സിനിമ വരുന്നുണ്ട്. റായൻ സാർ ഡയറക്ട് ചെയ്ത് സാറിന്റെ 50th മൂവി. മെയിൻലി അതിന് വേണ്ടിയിട്ടും കൂടെ ആയിരുന്നു. കാരണം ആ ഒരു ഫുള്ളി ആക്ഷൻ, പടം ഫുൾ ആക്ഷൻ ആണ്. അപ്പോൾ ഡിമാൻഡ് ഫിസിക്കലി ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള മൂവിയായിരുന്നു. അതിനും കൂടെ വേണ്ടിയിട്ട് പിന്നെ ജനറലി Arjun sir, whenever people see you, they are only asking one question. When is Kaidi 2 happen? I think recently for Karthi sir they asked and he said next year, but I don't know if I'll be part of Kaidi 2. But if Karthi sir, Lokesh sir and S.R. Prabhu sir, the producer, they decide to have me as a part of it, I'll be more than happy to be part of Kaidi 2. The only thing I'm happy about is Anbu is still alive, so that I might have a chance. Let's see. റീക്വൽ എടുക്കണമെങ്കിൽ ഞാനും ജീവനോട് വരും.